Next is the felicitation by Reverend Father George Velluratil. ആദരണീയനായ KCS പ്രസിഡന്റ് സണ്ണി പുഴിക്കാലായിൽ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്നവരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അനുമോദന പ്രസംഗമാണ് എൻ്റേത്. അനുമോദനത്തിന് മുമ്പായിട്ട് ഒരു മുന്നറിയിപ്പ്. സീറോ മലബാർ സഭയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് പല കാര്യങ്ങളും നിങ്ങളിവിടെ ചെയ്തു. ഹാളിൽ കുർബാന ചൊല്ലി, ജനങ്ങളെ നോക്കി കുർബാന ചൊല്ലി, പ്രസംഗത്തിനിടയ്ക്ക് നിങ്ങൾ കൈയടിച്ചു. നിങ്ങളെല്ലാം വിലക്കാൻ പോവുക. വിലക്ക് വന്നാൽ ഉടക്കരുത്. തമാശ പറഞ്ഞെന്നേ ഉള്ളൂ. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് വീട്ടിൽ ചെന്ന പോലെ ഒരു തോന്നല. എങ്ങോട്ട് നോക്കിയാലും ബന്ധുക്കാരും മിത്രങ്ങളും അറിയാവുന്നവരും സുഹൃത്തുക്കളും എല്ലാവരും. വളരെ മനസ്സിന് കുളിർമയുള്ള 3-4 ദിവസങ്ങളായിരുന്നു ഞാനിവിടെ ചെലവഴിച്ചത്. കാരണം ഞാൻ വന്ന കാലം മുതലേ ഇജ്ഞാനായ സമൂഹത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങൾക്കോ ഏതെങ്കിലും പരിപാടികൾക്കോ പങ്കെടുക്കാതിരുന്നിട്ടില്ല. ഞാൻ ഓർക്കുകയാണ്, 1986 ആദ്യത്തെ കൺവെൻഷൻ ന്യൂയോർക്കിൽ വെച്ച് നടന്നപ്പോൾ ഞാനും അതിലുണ്ടാകാനുള്ള ഭാഗ്യം ലഭിച്ചു. അന്ന് ഞങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി അവിടെ പോയി. 4 അച്ഛന്മാരുണ്ടായിരുന്നു. പുലിക്കൂട്ടിലെ 2 അച്ഛന്മാരുണ്ടായിരുന്നു. ബഫലോയിലുണ്ടായിരുന്നെ ജോസച്ചനും അബ്രാച്ചനും. പിന്നെ നമ്മുടെ കുടിലിലെ കല്ലറ കുടിലിലെ പട്ടാളച്ചൻ, നേവി അച്ഛനും ഞാനും, ഞങ്ങൾ 4 പേരേ ഉള്ളായിരുന്നു. കുന്നശ്ശേരി മതി. അന്ന് എന്ത് സാഹോദര്യത്തോടും സന്തോഷത്തോടും ഐക്യത്തോടും കൂടിയാണ് ഞങ്ങൾ ഇതെല്ലാം നടത്തിയെന്നറിയാമോ. എല്ലാവരും ഒന്നിച്ചുകൂടും. എന്തൊരു സന്തോഷമായിരുന്നു. കുന്നശ്ശേരി പിതാവൊക്കെ എന്തൊരു എക്സൈറ്റഡ് ആയിരുന്നു അറിയാമോ. അതിനുശേഷം പല കൺവെൻഷൻ 1996 ചിക്കാഗോയിൽ വെച്ച് നടന്നു. അന്നൊക്കെ ഞാനിതിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. കാരണം അന്ന് യൂത്തന്മാർ ക്ലാസ് എടുത്ത് അവർക്ക് വേണ്ടി കുർബാന ചൊല്ലി. എല്ലാവർക്കും വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ അന്നൊക്കെ ഉണ്ടായിരുന്ന ആ അരൂപിക്ക് എന്തൊക്കെയോ കോട്ടം പറ്റിയ പോലെ ഒരു തോന്നലേ. നമ്മൾ എങ്ങോട്ടും ഈ പോണേ, നമ്മുടെ ഐക്യത്തിനും നമ്മുടെ സാഹോദര്യത്തിനും സൗഹൃദത്തിനുമൊക്കെ എന്തൊക്കെയോ ഒരു ഭംഗം വന്ന പോലെ എനിക്ക് തോന്നുന്നു. അതുണ്ടായിക്കൂടാ. എനിക്കറിയാം, ആളുകൾ കൂടുന്തോറും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്നാലും നമ്മൾ ഒരു ജനമല്ലേ, നമ്മളൊന്നിച്ച് നിൽക്കേണ്ടവരല്ലേ. ഇവിടുത്തെ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടുള്ള ഓരോ പരിപാടിയിലും പങ്കെടുത്തപ്പോൾ എന്ത് സുഖമായി തോന്നിയെന്നറിയാമോ. പ്രത്യേകിച്ച് ഞാൻ രാത്രിയിൽ ഇവിടെ നടത്തിയ കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ഹൂസ്റ്റൺകാരുടെ ആരും ഇവിടെ പറഞ്ഞ ഒഴൂർപ്പള്ളി പെരുന്നാളിന് കൂടി ഒരു പ്രതീതിയാണ് ഉണ്ടായത്. എത്ര മനോഹരമായിട്ട് ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു. ഒരു മെത്രാൻ്റെയും ഒരച്ഛൻ്റെയും സഹായമോ സഹകരണമോ കൂടാതെ ഇത്ര ഭംഗിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടത്താൻ നിങ്ങൾക്ക് സാധിച്ചല്ലോ എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച്. എന്തുകൊണ്ട് ഈ അച്ഛനും മെത്രാനും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല? ഇത്രയും കഴിവുള്ള ഇത്രയും പ്രഗത്ഭരായ അൽമേനികൾ ഇവിടെ ഉള്ളപ്പോൾ അവരെന്തിനു വിഷമിക്കുന്നു? നമ്മളെല്ലാവരും അവർക്ക് സപ്പോർട്ടല്ലേ കൊടുക്കുക. ഞാൻ ഓർത്തു പോവുകയായിരുന്നു, ഈ അൽമായരെ ആയിട്ട് യുദ്ധം ചെയ്യുന്ന എന്തിനാ ഇവര്? അൽമായരുമായിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ അൽമായരില്ലാതെ ഈ അച്ഛനും മെത്രാനും ഒക്കെ ഉറക്കെ ഒന്ന് കീഴ്ശ്വാസം വിടാൻ പറ്റുമോ? നമ്മള് ശക്തരാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കണം. പറയാൻ മനസ്സിലായ, നമുക്ക് നമ്മുടെ സമുദായത്തെ ഒന്നിച്ചു നിർത്താനുള്ള ഒരു കടമയുണ്ട്, അവകാശവുമുണ്ട്. അതുകൊണ്ട് ഈ അച്ഛനും മെത്രാനും ഒക്കെ എത്ര എതിർത്താലും അവരൊക്കെ ചില പ്രത്യേക നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നത്. നമുക്കിന്ന് ഉള്ള താല്പര്യം എന്താ? നമ്മുടെ ഐക്യത്തിൻ്റെ കൂട്ടായ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണം. നമ്മൾ ഒരിക്കലും ഈ ഭിന്നിപ്പുണ്ടാക്കി നമ്മളെ തന്നെ നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിൽ വെക്കുക. പ്രിയപ്പെട്ടവരെ, സഭ എന്നുള്ളത് 1-2 കാര്യം പറഞ്ഞു നിർത്തിക്കണം. സഭ എന്നുള്ളത് ദൈവത്തിൻ്റെ ജനമാ അല്ലേ. അത് ഞാൻ വെള്ളുകാട്ടി അച്ഛൻ പറയണതല്ല. 2ാം വത്തിക്കാൻ കൗൺസിൽ സുനഹദോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ചർച്ച് ഈസ് ദ പീപ്പിൾ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ജനമാണ് സഭ. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അൽമേനിയും അച്ഛനും മെത്രാനും
മാർപ്പാപ്പായും എല്ലാവരും ഉണ്ട്. പക്ഷെ സഭ അവർക്ക് എല്ലാവർക്കും ഓരോ റോളാണ് കൊടുത്തിരിക്കുന്നത്. മാർപ്പാപ്പ സഭയുടെ കാണപ്പെട്ട തലവനാ. കാണപ്പെടാത്ത തലവൻ ക്രിസ്തു, കാണപ്പെട്ട തലവൻ മാർപ്പാപ്പ. ആ കാണപ്പെട്ട തലവൻ എന്ന നിലയ്ക്ക് മാർപ്പാപ്പ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഓരോ രൂപതയുടെയും അധ്യക്ഷൻ മെത്രാനാണ്. മെത്രാനായിട്ട് കടമകളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. ഇടവകയുടെ തലവൻ വികാരിയച്ഛൻ, അച്ഛനത് ചെയ്യണം. ജനങ്ങൾക്ക് ജനങ്ങളുടേതായ റോളുണ്ട്. നമ്മൾ ഒന്നിച്ച് നിന്ന് ഒരു എണ്ണയിട്ട് ചക്രം പോലെ നമ്മൾ ഒന്നിച്ചു പോകണം, എന്നെല്ലാം നേരെയാവുള്ളൂ. അപ്പോൾ ഈ ജനത്തെ മറന്നുകൊണ്ട്, ജനത്തെ അടിമകളാക്കിക്കൊണ്ട് മേലാളന്മാരെ പോലെ പ്രവർത്തിക്കുന്ന അച്ഛനും മെത്രാനും ഒന്നും സഭയ്ക്ക് ചേർന്നവരല്ല. കാരണം സഭ ദൈവത്തിൻ്റെ ജനമാണ്. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഓരോ അച്ഛനും പട്ടം കിട്ടിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവജനത്തിൻ്റെ ദാസനാകാൻ വേണ്ടിയിട്ടാണ്, ദൈവജനത്തിൻ്റെ ശുശ്രൂഷകനാകാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മനസ്സിലാക്കൽ അവർക്കുണ്ടാകണം. ജനങ്ങളെ ഭരിക്കുകയല്ല, അവരെ ശുശ്രൂഷിക്കുകയാണ് ഒരു അച്ഛൻ്റെ ജോലി. ആ ശുശ്രൂഷ ദൗത്യം ഏറ്റെടുക്കണം. പലപ്പോഴും പട്ടം കിട്ടുന്ന ഒരു യുവാവിൻ്റെ വിചാരം അച്ഛനായാലും ഉടനെ അവൻ മേലാളനായി, ബാക്കി ജനങ്ങളെല്ലാം കീഴാളന്മാരായി. തെറ്റ്, അതല്ല. ആ ഒരു കാര്യം കണ്ടുകൊണ്ടല്ലോ ഞാൻ അച്ഛനായത്. പറഞ്ഞു മനസ്സിലായി. ഞാൻ ലത്തീൻ രൂപ കഴിഞ്ഞ് 30 വർഷമായി ഷിക്കാഗോ ആർച്ച് ഡയസിസിലെ ഒരു ശുശ്രൂഷ വികാരിയായിട്ടും അസിസ്റ്റൻ്റായിട്ടൊക്കെ ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ ഇപ്പോൾ ജനമാണ് വലുത്. ജനങ്ങളോട് ആലോചിച്ചുകൊണ്ട്, ജനങ്ങളുടെ ഇഷ്ടപ്രകാരം. കാരണം അവരില്ലെങ്കിൽ സഭയില്ല. ഒരച്ഛൻ ഇവിടെ ഇട്ടുകെട്ടി നിന്നാലും ജനങ്ങളില്ലെങ്കിൽ കുടാനെല്ലാം പറ്റുക. ജനങ്ങളില്ലെങ്കിൽ ആരെ മുക്കാൻ പറ്റും, ആരുടെ കല്യാണം നടത്താൻ പറ്റും? അപ്പോൾ ജനങ്ങൾ വേണം. അപ്പോൾ ആ ജനമാണ് പ്രധാനപ്പെട്ട കമ്പോണന്റ് സഭയുടെ എന്നുള്ള ആ ഒരു ബോധ്യം അച്ഛന്മാർക്കുണ്ടാകണം. പക്ഷെ പലപ്പോഴും സാധിക്കുന്നില്ല. വെറുതെ അതും ഇതും പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പുണ്ടാക്കാനും മേലാളത്വം കളിക്കാനാണ് ഒത്തിരി അച്ഛന്മാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കുറച്ച് സ്വതന്ത്രമായി ചിന്തിക്കാൻ പഠിക്കണം. അല്പം വിമർശനാത്മകമായിട്ട് ചിന്തിക്കാൻ പഠിക്കണം. തെറ്റൊന്നും ഇല്ലെന്നേ. സ്വതന്ത്രമായിട്ടും വിമർശനാത്മകമായിട്ടും ചിന്തിക്കണം. ഇപ്പൊ ഒത്തിരി അച്ഛന്മാർക്ക് പല കാര്യങ്ങളും അറിയാൻ പാടില്ല. കാരണം അവർക്ക് ഞാൻ പറയില്ല, അവർക്ക് തിയോളജി അറിയായിരിക്കും, ലിറ്ററേച്ചർ അറിയായിരിക്കും, അല്ലെങ്കിൽ ഫിലോസഫി ഒക്കെ അറിയാം. പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. കാരണന്മാർ പോയി പറഞ്ഞു കൊടുക്കണം. അച്ഛാ അങ്ങനെ പോയാൽ ശരിയാ. എനിക്കറിയാം അവര് മെക്കിട്ട് കയറുമെന്ന് എനിക്കറിയാം. പലരും പറയണം ഞാൻ അച്ഛനാണ്, ഞാൻ പറയണത് കേട്ടാൽ മതി. ഞാൻ തന്നെ എൻ്റെ ചെവി കൊണ്ട് കേട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറയണത് ഞാൻ പറയണ പോലെ എല്ലാവരും കേട്ടാൽ മതി. പെരുന്നാളിന് പെണ്ണുങ്ങൾ അത് ചെയ്യണം, ആണുങ്ങൾ ഇങ്ങനെ ചെയ്യണം, മറ്റുള്ളവർ അങ്ങനെ ചെയ്യണം. എന്തൊരു ബുദ്ധിയില്ലായ്മ, എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരിക്കലും പറയരുത്. മനസ്സിലായി? നമുക്ക് എന്തിനാ ഈ പാരിഷ് കൗൺസിലും ഈ യോഗങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്? ജനത്തിൻ്റെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭരമേൽപ്പിച്ച് അവർ നടത്തട്ടെ. അവരാണ് ഇത് നടത്തിപ്പുകാർ. അച്ഛന്മാർ ശുശ്രൂഷകര്, സേവകര്. അവർക്ക് ആശയം എപ്പോഴും എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നല്ല. അതാണ് ഈ പ്രബുദ്ധത എന്ന് പറയുന്നത്. നിങ്ങളും മനസ്സിലാക്കണത് വിമർശനാത്മകമായി ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം. ആരോടും നമ്മൾ വിരോധം വെച്ചു. ഞാൻ ഓർക്കും, കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ജൂൺ മാസത്തിൽ സാനോസയ്ക്ക് ഇന്ന് പോകാനിടയായി. ചെന്നപ്പോൾ അവിടെ പോയി എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ 16 ഹൈസ്കൂൾ ഗ്രാജുവേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ചെറിയ കുർബാന ചെല്ലാനും അവർക്കൊരു സ്വീകരണം കൊടുക്കാനും വേണ്ടിയിട്ടായിരുന്നു നടത്തിയത്. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ 2 അനിയന്മാരുടെ പിള്ളേരും ഗ്രാജുവേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അനിയന്മാർ വിളിച്ചുകൊണ്ട് ഞാനും പോയി. ഞാൻ ചെല്ലുന്ന അറിഞ്ഞുകൊണ്ട് ഈ 16 മക്കളുടെ അപ്പന്മാർ ഒന്നിച്ച് വെള്ളിയാട്ടിലച്ചും വരുന്നു. നമുക്കൊരു ലാറ്റിൻ മാസ് ചൊല്ലി, ചെറിയ കുർബാനയല്ലേ, 45 മിനിറ്റ് കൊണ്ടൊക്കെ പരിപാടി കഴിയും. അപ്പോൾ ഒരു കുർബാന ചൊല്ലിയിട്ട് പിള്ളേരെയും കൊണ്ട് നമുക്ക് റിസപ്ഷന് പോകാമെന്ന് പറഞ്ഞു. 2 മാസം മുമ്പ് ഈ കാര്യം പത്രോസച്ചനായിരുന്നു അവിടുത്തെ പരാതി. ഞാൻ ചിലപ്പോൾ എന്നെ വിളിച്ചു പറയാ, ലത്തീൻ ഖുർആൻ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന്. ലത്തീൻ ഖുർആൻ ചെല്ലാൻ പാടില്ല. ഞാൻ പറഞ്ഞാൽ ചിക്കാഗോയിലെ കത്തീഡ്രലിൽ ഞാൻ ലത്തീൻ ഖുർആൻ ചൊല്ലിയിട്ടുണ്ടല്ലോ. ചിക്കാഗോയിലെ കത്തീഡ്രലിൽ കർദിനാളും പോയിട്ട് ലത്തീൻ ഖുർആൻ ചൊല്ലിയിട്ടില്ല. അവിടെ ഒന്നും മുടക്കില്ല. പിന്നെ അച്ഛൻ്റെ ഈ പള്ളി മുടക്കം അത് പറ്റില്ല. ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, മുളവനാലച്ചൻ പറഞ്ഞു ഇന്ന് ഈ കൊല്ലം ഞാൻ ലത്തീൻ ഖുർആൻ ചൊല്ലി, അടുത്ത കൊല്ലം അതുപോലത്തെ ഒരാവശ്യം ഉണ്ടായി. അന്നേരം ലത്തീൻ. ഞാൻ പറഞ്ഞു, ലത്തീൻ ഖുർആൻ ചൊല്ലിട്ട് കൊല്ലിയാന്ന് വെച്ചാൽ ആകാശം ഇടിഞ്ഞ് വീഴുക.
പള്ളി ഇടിഞ്ഞു വീഴും ഒരു ലത്തീൻ ഖുർആനില്. അത് ഏറ്റവും വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിങ്ങോട്ട് പോകുന്നതിന് ശേഷം വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം അവിടെ പെന്തക്കോസുകാർക്ക് പള്ളി വാടകയ്ക്ക് കൊടുക്കും. ഒരു പ്രശ്നമില്ല. പെന്തക്കോസുകാർക്ക് അവിടെ പള്ളി വാടകയ്ക്ക് കൊടുക്കുക. വെളിയിലാലത്തിന് ഇപ്പൊ ലത്തീൻ ഖുർആൻ എല്ലാം പാടില്ല. എന്തൊരു വിവരക്കേടാ ഇവനൊക്കെ പറയണമെന്ന് എനിക്ക് മനസ്സിലാകും. അപ്പോ ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ അധപ്പതിച്ചു. ഇതൊരു അധപ്പതന കേട്ടോ, ഇതൊരു അധപ്പതന. നമ്മള് ഇത് കരുണയുടെ വർഷമല്ലേ? ഈ കാരുണ്യത്തെ കുറിച്ച് അച്ഛന്മാർ ഘോരഘോരം ഇവിടെ നിന്നുകൊണ്ട് പറയുമല്ലോ. എന്ത് കാരുണ്യം അവരെ കാണിക്കുന്നത്, എന്ത് കാരുണ്യം അവരെ കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നത് കുറെയൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിക്കണ്ടേ? കരുണയെക്കുറിച്ച് പറയാൻ ഇവന്മാർക്കൊന്നും എന്താ പറയാ, എനിക്കറിയാൻ പാടില്ല. എനിക്ക് പറയാൻ ഒത്തിരി ഉണ്ട്. എനിക്ക് ഒത്തിരി ധാർമ്മിക രോഷമുണ്ട്, അരിശമുണ്ട്, നിരാശയുണ്ട് കേട്ടോ. അയ്യോ ഞാൻ അധികം ഇടുന്നില്ല, എല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഒന്നും പറയാൻ പറ്റില്ല. ഒരു അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ദൈവജനത്തെക്കുറിച്ച് പറഞ്ഞ പോലെ ഒരു കാര്യം കൂടെ പറയാം. അതായത് കൂദാശ എന്നുള്ളത് സഭാമാതാവ് അവളുടെ മക്കൾക്ക് കൊടുക്കുന്ന സൗജന്യ ദാനമാണ്. അത് വെച്ചൊരിക്കലും വില പേശാൻ പാടില്ല, അത് വെച്ചൊരിക്കലും അതിന് വിലയിടാൻ പാടില്ല. കൂദാശ സഭയുടെ സൗജന്യമാണ്, മക്കൾക്കുള്ള സൗജന്യ ദാനം. അതിനുവേണ്ടി വില പറയണമെന്ന് പറയും. എന്ത് ചെയ്യാൻ പറ്റും ദൈവമേ? നമുക്കറിയാം, മാമോദിസായ്ക്ക് ചെന്നാൽ കാശ് കൊടുക്കണം, കല്യാണത്തിന് ചെന്നാൽ കാശോട് കാശ്, കാശിന് പുറത്ത് കാശ്. മരിച്ചിടണമെങ്കിൽ ശവം വെച്ചുകൊണ്ട് വില പറയും. ഈ കഴിഞ്ഞ ദിവസം ചിക്കാഗോയിൽ നമ്മുടെ ടോമി വട്ടകുളം എന്ന് പറഞ്ഞ നമ്മുടെ ജ്ഞാനായക്കാരനൊരു അച്ഛനുണ്ട്. അച്ഛൻ മലബാറിൽ ചെന്നപ്പോൾ ഒരു പുള്ളിയുടെ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണം നടത്താൻ പോയി. അപ്പം ആ പള്ളിയിൽ ചെന്നു, ചെറുക്കനും പെണ്ണും വന്നു. അച്ഛൻ ടോമി അച്ഛൻ വിചാരിച്ചിന് മുറിയിലിരിക്കുക. എന്നാൽ നമുക്ക് പള്ളിലോട്ട് നിൽക്കുക അവിടെ. എന്താച്ചാ അവൻ 12,000 രൂപ പള്ളിക്ക് കൊടുക്കാനുണ്ട്. അത് തരാതെ കെട്ടിക്കാൻ പാടുന്ന പ്രശ്നമില്ല. 12,000 രൂപ. അച്ഛൻ ചോദിച്ചാൽ, അച്ഛൻ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു, ഈ കല്യാണത്തിന് ഇവരൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ് പറയാ, ഇതങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ അച്ഛൻ എന്നോട് പറയാ, എൻ്റെ അടുത്ത് അന്നേരം 12,000 രൂപ ഉണ്ടായിരുന്നു, അതെടുത്ത് അങ്ങനെ മുഖത്ത് ഞാൻ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ പോയി കെട്ടിക്കാൻ പറയാ. അപ്പൊ അങ്ങനെ യാതൊരു വിധത്തിലുള്ള മാനുഷിക ഗുണങ്ങളും ഇല്ലാതെ വെറും കാശിനും മാത്രം നിൽക്കുകയും കൂദാശകളെ കാശിനു വേണ്ടി വിൽക്കുകയും ചെയ്യുന്ന ചില അധപ്പതിച്ച അച്ഛന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അത് തെറ്റാണ്. ഒരിക്കലും കൂദാശയ്ക്ക് പൈസ മേടിക്കരുത്. ജനങ്ങളോട് നിനക്കറിയാം, കല്യാണത്തിൽ ഹൂസിന് തന്നെ ബഹളം ഉണ്ടാക്കി കാശ് കൊടുക്കുക. എനിക്കറിയാൻ പാടുന്ന കാര്യങ്ങളല്ലേ. എൻ്റെ നാട്ടുകാരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ബഹളം ഉണ്ടാക്കി. അതുപോലെ പല സ്ഥലങ്ങളിലും ഈ കാശിന് വേണ്ടി കൂദാശ നടത്തുന്നവരാണ്. ഇത് തെറ്റാ, അത് പാടില്ല. അതുപോലെ തന്നെ ശവം വെച്ച് എത്രയോ ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ശവം വെച്ച് വില പറയുന്നു. മനുഷ്യനെ അടക്കാൻ കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തികൾ 14 പ്രവർത്തികളാവുള്ളത്. ശരീരത്തിനടുത്തത് 7, ആത്മാവിനടുത്തത് 7. ശരീരത്തിനടുത്ത് 7 ഒന്നാണ് മരിച്ചവരെ അടക്കുക എന്നുള്ളത്. ആ മരിച്ചവരെ അടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തി ചെയ്യുന്നത് നിങ്ങൾ എന്തിനാ ഈ കാശ് മേടിക്കുന്നത്? മനസ്സിലാവുന്നില്ല. അവനോട് പറയാ, വേണ്ട, നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് പള്ളിക്ക് കൊടുക്കുക. അത് ഒരു വ്യവസ്ഥ പോലും ആക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ദുരാചാരങ്ങളും ദുഷ്പ്രവർത്തികളും ഒക്കെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെ തെറ്റാണ്. അതിനെയൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ നിർത്തുക. ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി പറയാനുണ്ട്. ഞാൻ നിർത്തുന്നു. എനിക്ക് ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ വലിയ ആത്മസംതൃപ്തി ഉണ്ടായി, സന്തോഷം ഉണ്ടായി കേട്ടോ. കാരണം ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രതീതിയായിരുന്നു. എല്ലാവരെയും കണ്ടു, എല്ലാവരെയും ആശ്ലേഷിച്ചു, എല്ലാവരുമായിട്ട് നല്ല വർത്തമാനം പറഞ്ഞു, നമ്മുടെ പിള്ളേരുടെ മത്സരങ്ങളൊക്കെ കണ്ടു, സംതൃപ്തിയായി. നാളെ രാവിലെ വീട്ടിൽ പോകും. പക്ഷെ എന്നാലും ഇവിടെ നടന്ന കാര്യങ്ങളുടെയൊക്കെ ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. ഇവിടെ കാര്യങ്ങളെല്ലാം ഇത്രയും ഭംഗിയാക്കി നടത്താൻ ശ്രമിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ പ്രത്യേകമായ ആശംസകളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. Thank you, Father.